ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്നലെ നമ്മുടെ VRS ആൻറ്റീനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെ തന്നെ പുള്ളിക്കാരിൻ്റെ ഒരു ഭീഷണി എനിക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് കേട്ടു നോക്കാം. ഒന്ന് ക്ഷമിക്കുമ്പോൾ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങുന്നോടി. ക്ഷമിക്കുമ്പോൾ നീ എൻ്റെ തലയിൽ കയറിയിരുന്നങ്ങ് അപ്പിയിട്ട് തരുന്നോ? എൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും എൻ്റെ കാര്യങ്ങൾ തിരക്കി നടക്കാനും നിനക്ക് നാണമില്ലേടി? നിൻ്റെ ജോലി ഇതാണോ നിൻ്റെ ജോലി? നീ ബാക്കി ആരെക്കുറിച്ച് എന്ത് വീഡിയോ ചെയ്താലും അതിനൊന്നും റീച്ചില്ല, അതിനൊന്നും നിനക്ക് കമൻ്റ് ഇല്ല, അതിനൊന്നും നിനക്ക് റീച്ച് ഇല്ല. ഒലിവിയുടെ തുമ്പിൽ കയറി പിടിച്ചുകൊണ്ട് ഒലിവിയുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട് ചാടി കയറി നീ എൻ്റെ നെഞ്ചത്തോട് കയറി എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നിനക്ക് കിട്ടുന്ന റീച്ച് ഭയങ്കര റീച്ചാണല്ലേ? നിനക്ക് നാണമില്ലേടി? നിനക്ക് നാണമില്ല? വേറെ ഒരു പണിയില്ലെന്നാണ് ചോദിക്കുന്നത്. നിനക്കൊരു പണിയില്ലേ വേറെ? കഷ്ടം. ഇതിനേക്കാളും വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതിന് പോണതാ കുഞ്ഞെ നല്ലത്. നിനക്ക് നേഴ്സിന്റെ കുപ്പായി വിടാൻ നാണമില്ലേ? നീ നേഴ്സിന്റെ കുപ്പായി വിട്ടല്ലേ നിൽക്കണത്? ഇതിനുള്ള മറുപടി എന്തായാലും ഇനി ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തതായിപ്പോ. അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും വേണ്ടി ഞാനത് ചെയ്യുന്നത്. നീ അത് കണ്ടോ? നിന്റെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. നിന്നെ വെറുതെ ഇനി ഞാൻ വിടത്തില്ല. 100% ഇനി ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. നീ നോക്കിക്കോ. കറക്റ്റായിട്ടും ഞാനിത് നിയമപരമായിട്ട് ഇതിനെതിരെ ഇനി ഞാൻ പോരാടും. കാരണം ഇവിടെ ഓൾറെഡി ഞങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എനിക്ക് ടെൻഷനില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. സോ ഇത് ഞാൻ നിയമപരമായിട്ട് റൺ ചെയ്തിരിക്കും. പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനോ? ഞാൻ വീഡിയോ കോൾ വിളിക്കും, നീ എന്തിനാ കട്ട് ചെയ്യുന്നത്? എന്തിനാ നീ കട്ട് ചെയ്യുന്നത്? ഞാൻ മാന്യമായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത്, മനസ്സിലായോ? അപ്പോ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയ ഒരു വ്യക്തിനോട് പിന്നെ എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൾ എടുക്കാതിരിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ലൈവിൽ വളരെ വ്യക്തമായിട്ട് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞെ. ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ വ്ളോഗ് ചെയ്തിട്ടിരിക്കുവാണ്. ഞങ്ങൾ സൈലന്റ് ഫാഷൻ്റെ വ്ളോഗ് ചെയ്തിട്ട് ഞങ്ങൾ VRSൻ്റെ സെപ്പറേറ്റ് ചെയ്യാഞ്ഞത് ഇത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ പബ്ലിഷ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് എവിടെയാണെന്ന് എൻ്റെ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്താണ് ഫ്രീഡം ടു സ്പീച്ച്? നിനക്ക് ഇതിനകത്ത് എന്ത് കള്ളത്തരമാണ് കണ്ടുപിടിച്ചത്? നീ അതൊന്ന് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിൻ്റെ എന്തെങ്കിലും ഞങ്ങളുടെ എഗ്രിമെൻ്റ് ഉണ്ടോ? എൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടോ? ഞാനും ഈ വ്യാശയും തമ്മിലുള്ള എന്തെങ്കിലും എഗ്രിമെൻ്റ് നിൻ്റെ കയ്യിലുണ്ടോ? അത് നിനക്ക് കാണണോ? അതിപ്പോൾ വൈകിട്ട് ഞാൻ പബ്ലിഷായിട്ട് കാണിച്ചു തരാം. അത് ഞാൻ വൈകിട്ട് പബ്ലിക്കായിട്ട് കാണിച്ചു തരാം. നിന്നെ കാണിക്കേണ്ട ആവശ്യം, നീ വെറും കൊടിച്ചു പട്ടി, നീ വെറുതെ കുരയ്ക്കുന്ന കൊടിച്ചു പട്ടി. അതിൻ്റെ വില പോലും കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിന് റിപ്ലൈ ഇത്രയും നാളും കൊടുക്കേണ്ടത്. പോട്ടെ, എനിക്ക് എൻ്റെ ബിസിനസ്സാണ് വരുന്നത്. എനിക്ക് എൻ്റെ കേരളത്തിലെ 4 സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാനും എൻ്റെ ബിസിനസ്സിനെ തകർക്കാനും വേണ്ടിയിട്ട് നീയും നിൻ്റെ മറ്റേ ആൾക്കാരും കൂടി ചേർന്ന് കളിക്കുന്ന ഗെയിമാണെന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ കളഞ്ഞതാണ്. അപ്പം നീ അതിൻ്റെ കീഴിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നല്ലേ? നിനക്ക് മറ്റുള്ളവരുടെ വീഡിയോ കിട്ടുമ്പോൾ നിനക്ക് റീച്ച് കിട്ടുന്നില്ല, നിനക്ക് കമൻസ് വരുന്നില്ല. ഞങ്ങളുടെ കമൻസ് വരുമ്പോൾ നിനക്ക് എന്തിനാണ് ഇത്ര ഇത് വരുന്നത്? നിനക്ക് എന്തിനാണ് ഇത്ര ഇത് വരുന്നത്? ഞാൻ നിന്നെ ഏത് രീതിയിലാണ് ദ്രോഹിച്ചിരിക്കുന്നത്? നീ എൻ്റെ ആരാണ്? ഞാൻ നിൻ്റെ ആരാണ്? നീ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നിട്ടുണ്ടോ? നീയല്ലേ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തത്. എന്തെങ്കിലും രീതിയിൽ ഞാൻ നിന്നെ സംസാരിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നിട്ടുണ്ടോ? ചുമ്മാ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ പുറകെ നടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് എന്താണ് നേട്ടം കിട്ടുന്നത്? ഇനി നിനക്ക് എന്താണ്? അടുത്ത എൻ്റെ ഫാമിലി അറിയണോ? അടുത്ത് നിനക്ക് ഇനി എന്താണ് അറിയേണ്ടത്? ഇനി എനിക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയണോ? ഇനി അടുത്ത ഡീറ്റെയിൽസ് നിനക്ക് എന്താ വേണ്ടത്? അതും കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി. ഞാൻ എങ്ങനെ ജീവിക്കുന്ന സ്ത്രീയാണെന്നും കൂടി ഇനി അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് നിനക്ക് പറയാൻ മിച്ചം. ബാക്കിയൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതായിരുന്നു മിച്ചം. ഇനി അതും കൂടി നിനക്ക് അറിയിക്കണമായിരിക്കും അല്ലേ? അതും കൂടി നിനക്ക് അറിയിക്കണോ? അതോ ഞാൻ തന്നെ നിനക്ക് അറിയിക്കണോ? അതോ ഞാൻ തന്നെ വന്ന് പറഞ്ഞു തരണോ? നീ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് എടുക്കുക. എടി, നീ മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാനായിട്ട് നീ ആരടി? ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ? നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നീ ആരടി? അപ്പാ നീ ആരാണെന്ന് നീ ആയിട്ട്. അപ്പൊ ഇനി ഞാനത് കൊടുത്തോളാം. ഇനി നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി അതിന്റെ കാര്യങ്ങൾ. എനിക്ക് നിന്നെ പോലുള്ള ഒരുത്തിരി ഇങ്ങനെയുള്ളതിനെ ഒന്നും എനിക്ക് ഇത് എൻ്റെ മൊബൈലിൽ പോലും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. അതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് മാറ്റിയത്. പക്ഷേ ഇനി ബ്ലോക്ക് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഈ ചാറ്റും ഈ സംസാരങ്ങളൊക്കെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് മാറ്റുന്നില്ല, അവിടെ കിടക്കട്ടെ. നീ ഞാൻ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സും നീ ഞാൻ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന വീഡിയോസ് കോൾസും നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്ന വീഡിയോ കോൾസും എല്ലാം ഞാൻ സേവ് ആക്കി വെച്ചിട്ട് ഇനി നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യുക. ഇനി എനിക്ക് നിൻ്റെ ആവശ്യമില്ല. ഇതുവരെയുള്ള ആവശ്യമേ ഉള്ളായിരുന്നു. ഇനി എനിക്ക് നിൻ്റെ ആവശ്യമില്ല. കേട്ടല്ലോ, ഇതാണ് സ്വഭാവം. നമ്മളൊരു സ്ഥാപനം നടത്തുന്ന സമയത്ത് നമുക്കെതിരെ പല ആരോപണങ്ങളും വരും അല്ലേ?
അപ്പോൾ അതിനൊക്കെ നേരിടണ്ടേ? അതിനൊക്കെ ഈ രീതിയിലാണോ നേരിടേണ്ടത്? ഇവരെന്നെ ഇന്ന് രാവിലെയാണ്, പുള്ളിക്കാരി ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും പുള്ളിക്കാരി രാവിലെയാണ് എൻ്റെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യായിരുന്നു. എനിക്ക് ഓഫും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉറക്കപ്പിച്ചിലായിരുന്നു. ഈ ഒരു മെസ്സേജും കോളും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കട്ട് ചെയ്തു, ഞാൻ എടുത്തില്ല. എനിക്ക് പേടിച്ചിട്ടല്ല, കാരണം ഇതിനു മുന്നേ ഒലീവിയ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് ഞാൻ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം, നിങ്ങളും ഒലീവിയയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ പേഴ്സണലി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് അന്ന് ഇവർക്ക് എന്നെ അറിയുപോലുമില്ല, എനിക്ക് ഇവരെയും പേഴ്സണലി അറിയത്തില്ല. അന്ന് ഇവർ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ, ഞാൻ ഇവിടെ ചാറ്റ് ഇവിടെ കാണിക്കാം, വോയിസ് ഇവിടെ കേൾപ്പിക്കാം. നീ തെളിവ് കൊണ്ടുവന്ന് തെളിയിച്ച് ഒന്ന് ലൈവ് പാപ്പാ. നീ അല്ലേ പറഞ്ഞ ഇൻസ്റ്റ ഐഡി ആഡ് ചെയ്ത് നിനക്ക് ലൈവിൽ വിളിച്ചു പറയാൻ. അപ്പൊ നീ ഒറിജിനലായിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിനക്ക് എന്തൊക്കെ നാട്ടുകാർ കേക്ക് വിട്ട് ചോദിക്കുക. അപ്പൊ രഹസ്യങ്ങൾ ഞാനല്ലേ പറയേണ്ടത്, അല്ലാതെ എന്റെ രഹസ്യങ്ങൾ മറ്റുള്ള ആളല്ല പറയേണ്ടത്. എന്റെ രഹസ്യങ്ങൾ ഞാനാണ് എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചാറ്റിന്റെ എല്ലാ സ്ക്രീൻഷോട്ടും എടുത്തു വെച്ചു. ഞാനിപ്പോ നിന്നെ ബ്ലോക്ക് ചെയ്യും. സ്ക്രീൻഷോട്ട്സ് എല്ലാം എടുത്തു വെച്ച്, അതുപോലെ തന്നെ ഞാനിപ്പോ നിനക്ക് അയക്കുന്ന വോയിസ് മെസ്സേജസ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണ് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഇങ്ങനെയുള്ളവൻ്റെക്കൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ല, മനസ്സിലായില്ലേ? റിപ്ലൈ വരേണ്ട രീതിയിൽ നിനക്കൊക്കെ വന്ന് കഴിയുമ്പോൾ നീ അതിന് റിപ്ലൈ കൊടുത്താൽ മതി. ഞാൻ നിനക്ക് റിപ്ലൈ തരുന്നില്ല ഇനി. അന്ന് അത്രയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരി എന്നോട് സംസാരിച്ചിട്ട് എനിക്കെതിരെ കേസ് എടുക്കാൻ അന്ന് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ചോദിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എനിക്കെതിരെ കേസ് കൊടുക്കുകയാണ്, അതാണ് ഇതാണ് കേസ് കൊടുക്കാൻ പോകുന്ന സമയത്ത് അന്ന് ഇവർ ജിനൂസിൻ്റെ ഒക്കെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി നടക്കുമായിരുന്നു. അത് എൻ്റെയും കൂടി പേര് ആഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവർ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് എന്നെ അത്രയും ഇൻസൾട്ട് ചെയ്ത രീതിയിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോയ ഒരു വ്യക്തിനെ പിന്നെയും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുമോ? എനിക്ക് അങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല, ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ട് വോയിസ് അയക്കുണ്ടായത് ഒരുപാട് ഇങ്ങോട്ട് ഷൗട്ട് ചെയ്ത് വന്ന സമയത്ത്, പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ഷൗട്ട് ചെയ്ത് വന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇവർ ഒരു പ്രശ്നവുമില്ല, ഇവരുടെ ഷോപ്പ് സ്വന്തം ഷോപ്പാണെങ്കിൽ ഇവരെന്തിന് പേടിക്കണം? ഇവരിപ്പോൾ പറയുന്നത് ഈ ആശ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും ഈ നമ്മുടെ ഈ ഓണറായിട്ടുള്ള VRSന്റെ ആൻറ്റിയും തമ്മിൽ എന്തൊരു എഗ്രിമെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനാലും ഷോപ്പ് അവരുടേതല്ല, നടത്തിപ്പുകാരി, അത്ര തന്നെ ഉള്ളൂ. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്നലെ കുറച്ച് പേരൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എന്നെ സംശയിച്ചിട്ടുണ്ടാവും, ഞാൻ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ സത്യമാണെന്ന് അവരുടെ വായിൽ തന്നെ വന്നല്ലോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇപ്പം സീമാസ് ഫാഷൻസ് അല്ലെങ്കിൽ സീമാസ് ടെക്സ്റ്റൈൽസ്, താഴെ കെയർ ഓഫ് ഇട്ടിട്ട് വേറൊരു ടെക്സ്റ്റൈൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്ന ടെക്സ്റ്റൈൽസിന് ഒറ്റ ടെക്സ്റ്റൈൽസിന്റെ പേര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവർ ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ? VRS ഫാഷൻസ് കെയർ ഓഫ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ. അതെന്ത് സംഭവം എനിക്കറിയില്ല. എന്ത് കെയർ ഓഫ്? നമ്മൾ കെയർ ഓഫ് ഇന്ന ആൾക്കാരുടെ പേരൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്ത് തന്നെയായാലും അവർ എഗ്രിമെന്റ് വിത്ത് പ്രൂഫ് എഗ്രിമെന്റ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നൊക്കെ എന്നെ വെല്ലുവിളിച്ചാണ്. പക്ഷെ 5 മണിയും കഴിഞ്ഞു, ഇപ്പം 6 എങ്ങാനായി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇതുവരെയും ലൈവ് ഒന്നും വന്നില്ല. അടുത്ത എന്ത് കള്ളം പറയും അല്ലെങ്കിൽ അടുത്ത ഉടായ്പ എന്തിറക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പം ആൻറ്റി, അറിയത്തില്ല. എന്ത് തന്നെയായാലും ഇപ്പം എല്ലാവർക്കും വിശ്വാസമായല്ലോ. പിന്നെ കുറച്ച് പേര് വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ട്, എനിക്ക് ഇവരോട് പേഴ്സണലി എന്തോ ദേഷ്യമാണെന്ന്. എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ കുറേ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒരു ലൈവിനകത്ത് തന്നെ എൻ്റെ ഫോട്ടോ അടക്കം, ഞാൻ ഇന്നേ വരെ ഇവരുടെ ഫോട്ടോയോ മുഖമോ ഒന്നും ഞാൻ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല, ഞാൻ ബ്ലർ ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവർ എൻ്റെ വിത്ത് ഫാമിലിയുള്ള ഫോട്ടോ വരെ ഇവരുടെ ലൈവിനകത്ത് വന്ന് കാണിച്ച് എനിക്കെതിരെ അന്ന് ഭീഷണി സ്വരം ഉയർത്തിയ ഒരു ലേഡിയാണ് ഇവർ. അപ്പം അങ്ങനെയുള്ള ഒരു ലേഡീനെ ഞാൻ എന്താ ഉമ്മ വെച്ചുകൊണ്ട് താലോലിച്ച് നടക്കണോ? വേണ്ടല്ലോ, എനിക്ക് പറ്റത്തില്ല. ഈ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും, എനിക്ക് പറ്റത്തില്ല. എന്തായാലും കുറച്ച് പേര് വന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് VRSന്റെ ഡ്രസ്സുകളൊക്കെ അടിപൊളിയാണ്, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിച്ചോ? VRSന്റെ ഡ്രസ്സ് കൊള്ളത്തില്ല അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഡ്രസ്സ് കൊള്ളില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അവർ കാണിക്കുന്ന ഡ്രസ്സുകൾ കൊള്ളില്ല, ക്വാളിറ്റി ഇല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഡ്രസ് ഇങ്ങനെ ഒരു കള്ളത്തരം അവർ കാണിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഡ്രസ്സ് ക്വാളിറ്റി ഇല്ലാന്നോ ഡ്രസ്സ് അഫോർഡബിൾ റേറ്റ് അല്ലാന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അഫോർഡബിൾ റേറ്റ് ഒന്നുമല്ല, 799 അവരുടെ ടോപ്പിൻ്റെ ഒക്കെ റേറ്റ്. ചിലപ്പം അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അതൊന്നും ഞാൻ എന്തായാലും അങ്ങനത്തെ വിഷയമൊന്നും ഞാൻ സംസാരിച്ചിട്ടുമില്ല. പിന്നെ അവർ ഒരു എഗ്രിമെൻ്റ് കാണിക്കുന്നതാണ് പറയുന്നത്. അവർ എഗ്രിമെൻ്റ് കാണിച്ച് അവരുടെ തന്നെ ഒരു വ്ളോഗിൽ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നു. ഇതുവരെയും വ്ളോഗൊന്നും വന്നില്ല.
പിന്നെ കുറച്ച് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ ഇട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഡെയിലി ഒരേ സമയത്ത് വീഡിയോ ഇടാൻ ശ്രമിക്കണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പം വന്ന് ചിലപ്പോൾ ഒരു ദിവസം വീഡിയോ കാണും, ചിലപ്പോൾ ഒരു ദിവസം വീഡിയോ കാണത്തില്ല. ഓക്കെ, മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ ഇവർ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസമൊന്നും ഇവരുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല. ആഴ്ചയ്ക്ക് ചിലപ്പോൾ അവർക്ക് തോന്നിയതെങ്കിൽ 2 ദിവസം ഇട്ട് ഇല്ലേ ഇല്ല. അപ്പം അതിലൊരു കൃത്യനിഷ്ഠ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആൻറ്റി. പിന്നെ ഇവരുടെ ഈ സ്വഭാവം കുറേ പേർക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചാറ്റ് അടക്കം വെച്ച് തന്നത്. ഇതാണ് ഈ പെണ്ണും പുള്ളേൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ കമൻറ്റ് ബോക്സിൽ അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ പൂരത്തെറിയായിരിക്കും, നമ്മുടെ തെറിയാൻറ്റീൻ്റെ അതിനേക്കാളും അപ്പുറമായിരിക്കും ചിലപ്പം. അപ്പം അതാണ് പെണ്ണും പുള്ളേൻ്റെ യഥാർത്ഥ സ്വഭാവം. പിന്നെ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ഇവിടെയും വെട്ടി തുറന്ന് പറയാം. നിങ്ങളുടെ തെറിയാൻറ്റി തന്നെയാണ് ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരായിട്ടുള്ള തെറിയാൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. എന്തായാലും താങ്ക് യു സോ മച്ച് തെറിയാൻറ്റി. അപ്പം എന്ത് തന്നെ ആയാലും ഇന്ന് പുള്ളിക്കാരത്തേക്ക് ചിലപ്പം പ്ലാൻ ചെയ്ത് എന്ത് പറയണം എന്ന് സെറ്റായി കാണത്തില്ല. അപ്പം നാളെയെങ്കിലും വിത്ത് എഗ്രിമെൻറ്റ് വിത്ത് പ്രൂഫ് വന്ന് പുള്ളിക്കാരി പ്രൂവ് ചെയ്യും എന്ന് വിചാരിക്കാം. എന്ത് തന്നെയാലും ഷോപ്പ് പുള്ളിക്കാരൻ്റെ അല്ല കേട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. ഷോപ്പ് പുള്ളിക്കാരിൻ്റെ അല്ല, അതിൻ്റെ ആ ഓണറിൻ്റെ പേര് ആശ എന്നാണ്. സ്റ്റൈൽ ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടീക്കാണ്. അല്ലാതെ VRS കുർത്തീസ് അല്ല. ഇവർ വന്നിട്ട് ഫ്ലയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് VRS കുർത്തീസിൻ്റെ കൂടെ ഓണം ആഘോഷിക്കൂ, VRS കുർത്തീസിൻ്റെ കൂടെ ഓണം ആഘോഷിക്കൂ. VRS വല്ലൊരു മാങ്ങാത്തൊലിയല്ല, അത് വേറെ ഏതോ കടയത്തെ കുറച്ച് തുണി വാരിക്കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ തുണിയാണ്, എൻ്റെ പ്രൊഡക്ഷനാണ്, എൻ്റെ അതാണ്, മറിച്ചതാണ്, മറ്റതാണ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ തുണി അല്ല, അത് 100-ൽ 110% ഉറപ്പാണ്. ഞാൻ ഇന്ന് പിന്നെയും ഇതിൻ്റെ വാലെ പിടിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ടൈപ്പ് അപ്രോച്ച് എന്നോട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം അതുകൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാന്ന് പറയുന്നത്. നിങ്ങളുടെ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒട്ടും തന്നെ റീച്ച് ഇല്ല. ആകെ 2000 ആൾക്കാർ കണ്ട് ഇല്ല. അതുകൊണ്ട് ഞാനിത് റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് വരുമാനത്തിന് വേണ്ടി കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് വേറൊരു വരുമാനമുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു 5 പൈസ പോലും കിട്ടിയിട്ടില്ല, അതും കൂടി ഞാൻ തുറന്നു പറയാം. അപ്പോൾ എനിക്ക് വരുമാനത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.